ഞങ്ങൾ അങ്കമാലിക്ക് പോകുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി. ഒരു തമിഴ്നാട് വണ്ടി വന്നിട്ട് കട്ട് ചെയ്തു. ഹലോ, നമസ്കാരം. പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങിയ വഴിയാണ്. അപ്പോഴാണ് ഒരാൾക്ക് വണ്ടിയിലൊന്ന് യാത്ര ചെയ്യണമെന്നൊരാഗ്രഹം. പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സഹായിച്ചു കൊടുക്കണം അല്ലേ. ഇന്നൊരു ഇപ്പം സമയം എത്രയായി? 12:45, ഉച്ച സമയമായില്ലേ. ഒരു സദ്യ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അത് അങ്കമാലിയിലാണ്. ഞാൻ വർക്കിന് പോകുമ്പോൾ മിക്കവാറും കഴിക്കുന്നതാണ്. പായസവും പപ്പടവും കൂട്ടി ഒരു സദ്യ. പിന്നെ വൈഫുമായിട്ട് അവിടം വരെ ഒന്ന് പോയി ആ സദ്യ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ സദ്യ കാണിച്ചു തരാം. സ്ഥലം ചോദിച്ചു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്കമാലി എന്നങ്ങ് പറഞ്ഞു. അവരങ്ങ് പോവുകയും ചെയ്തു. അങ്കമാലി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് വിട്ടുപോയി. ശരിക്കും കമ്പം തേനിയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ ആ റൂട്ടാണ് പോകേണ്ടത്. ഞാൻ അങ്കമാലി ചെന്നിട്ട് ചോദിച്ചാൽ മതി എന്നങ്ങ് പറഞ്ഞു വിട്ടു. അവരങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞാണ് ഞാൻ ഓർത്തത്, നമ്മളവരെ ചേസ് ചെയ്ത് പിടിച്ചിട്ട് പറഞ്ഞു ആലുവ എന്ന് റൈറ്റ് എടുത്ത് പെരുമ്പാവൂർ വഴി പോകുന്നതാണ് നല്ലത്. അങ്കമാലിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നത് ഭയങ്കര ചുറ്റല്ലേ. അപ്പം അവരോടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നന്മ കഴിഞ്ഞു. 1000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. 1000 കിലോമീറ്റർ, 1000 to 1500 ആണ് ഫസ്റ്റ് സർവീസ്. അപ്പോൾ 1000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ കിയയിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബുക്കിംഗ് ഉണ്ട്. ഇനിയും വ്യാഴാഴ്ചയേ ഉള്ളൂ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയുള്ളൂ. വ്യാഴാഴ്ച രാവിലെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. നമുക്ക് സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് നമ്പർ കിട്ടിയിരിക്കുന്നു. നമ്പർ ഏതാണെന്ന് ഞാൻ റിവീൽ ചെയ്യാം. നമ്മൾ അങ്കമാലി എത്തിയിരിക്കുകയാണേ. അങ്കമാലിയിൽ ഈ ഹോട്ടൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി സെൻറ്ററിൽ നിന്ന് റൈറ്റ് എടുത്ത് LF ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഹോട്ടലിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. ഞാൻ എന്തായാലും ഹോട്ടലിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. ഏതാണ് ഹോട്ടലിൽ ഞാൻ കാണിച്ചു തരാം. അങ്കമാലി ടൗണിൽ നിന്ന് റൈറ്റ് എടുത്ത് ഹോട്ടൽ ആനന്ദ ഭവൻ, അതാണ് ഹോട്ടലിൻ്റെ പേര്. ഈ കാണുന്നത് ഇതാണ് ഹോട്ടൽ. വഴിയുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോവാ, ലെഫ്റ്റ് എടുക്കുക, രുക്മിണി, എന്നിട്ട് സ്റ്റെപ്പ് കയറി വന്നാൽ മതി. പുതിയ വണ്ടിയില്ല, ഇവിടെ ഇട്ടിട്ട് കോറിലും ഇതൊന്നും വെക്കണ്ട കേട്ടാ. നമ്മളതിൻ്റെ പാർക്കിങ്ങിലേക്ക് പോവാണ്. പാർക്കിങ് എവിടെയാണെന്ന് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത്. ഹോട്ടലിൻ്റെ വിശാലമായ പാർക്കിംഗ് ആണല്ലോ. ഞാൻ ശരിക്കും ഇങ്ങോട്ട് പാർക്കിങ്ങിലേക്കൊന്നും വന്നില്ല. സ്കൂട്ടറിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് വരികയാണ് പതിവ്. വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ചെറിയ തണലുള്ളൊരു സ്ഥലം കിട്ടി. ഇതാണ് ഹോട്ടൽ ആനന്ദ ഭവൻ.
നമ്മൾ ഊണ് 2 ടൈപ്പ് ഊണാണുള്ളത്, സ്പെഷ്യൽ ഊണും നോർമൽ ഊണും. സ്പെഷ്യൽ ഊണാണ് ഞാൻ പറഞ്ഞത്. അപ്പം കൗണ്ടറിൽ വന്ന് ബില്ല് നേരത്തെ എടുക്കണം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഊണ്. അവിയൽ, തോരൻ, പിന്നെ കൂട്ടുകറികൾ. ഈ കൊണ്ടാട്ടം, ഈ പാവയ്ക്ക കൊണ്ടാട്ടവും മുളക് കൊണ്ടാട്ടവും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാവയ്ക്ക കൊണ്ടാട്ടം. ചമ്മന്തി ഉണ്ട്, പിന്നെ കിച്ചടി, തോരൻ, ഇനി നല്ല കുത്തിരിച്ചോറ്. ഇവിടെ പുളിശ്ശേരിയുണ്ട്, രസമുണ്ട്. പരിപ്പും നെയ്യും സദ്യക്കൊക്കെ വിളമ്പുന്ന പോലെ തന്നെ നെയ്യ് വന്ന് പൊഴി. പപ്പടം 2 പപ്പടം തരും. അതൊന്ന് സദ്യക്ക് കൂട്ടാനും ഒന്ന് പായസത്തിൻ്റെ കൂടെ കൂട്ടാനുമാണ്. പിന്നെ ദേ പായസവും തൈരും പഴവും. പരിപ്പും നെയ്യും പപ്പടവും എല്ലാം കൂടെ കുഴച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവിയൽ, കറികളെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് ഈ പാവയ്ക്ക കൊണ്ടാട്ടവും ഈ കറി ഈ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അച്ചാറുണ്ടായിരുന്നു, അത് നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല. സാമ്പാർ വന്നു. സാമ്പാറിൻ്റെ അകത്തുനിന്ന് എനിക്ക് നല്ലൊരു കഷ്ണം കിട്ടി. എൻ്റെ ഇല എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിക്കുമ്പോൾ, സുബിനൊക്കെ കഴിക്കുന്ന കാരണം ഇല മൊത്തം ക്ലീനാണ്. ഇല എങ്ങനെയാണ് വെട്ടിക്കൊണ്ട് വന്നത് അതുപോലെ. നമുക്ക് പായസം ഒഴിച്ചിട്ട് പഴം കൂട്ടി കുഴച്ചങ്ങ് തിന്നാം. പഴം കൂടെ ഇട്ട് കുഴച്ച്, പകുതി പഴം ഞാൻ എടുക്കത്തുള്ളൂ. പഴം കൂടെ ഇട്ട് കുഴച്ച് ആ പപ്പടം കൂടെ എടുത്ത് പൊട്ടിച്ചങ്ങോട്ട് ഒരു പിടുത്തം. ആഹാ, പായസവും പഴവും പപ്പടവും കൂടെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് നോർമലി പായസം കുടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പം ഞാൻ പരിപാടി നിർത്തി. ഇനി അവസാനം തൈരും കൂടെ കൂട്ടി, തൈര് കുടിച്ച് പരിപാടി വൈൻഡപ്പ് ചെയ്തു. നല്ല അടിപൊളി സദ്യ. 180 രൂപയാണ് ഒരു സദ്യയുടെ ചാർജ്. വർത്താണ്. ഒരു സദ്യ കഴിച്ചാൽ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഇനി എങ്ങോട്ട് പോകണം എന്ന് ഒന്ന് തീരുമാനിക്കട്ടെ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ കൊരട്ടി എത്തും. തൃശ്ശൂർ ബോർഡർ കൊരട്ടി ഇൻഫോ പാർക്കിലാണ് വൈഫ് പണ്ട് വർക്ക് ചെയ്തത്. അപ്പം അവിടം വരെ ഒന്ന് പോയി ആ ഏരിയയൊക്കെ ഒന്ന് കണ്ട് ഒരു നൊസ്റ്റാൾജിയ പിടിക്കണം എന്നൊരാഗ്രഹം കൂടെ പറഞ്ഞു. പിള്ളേരെന്തേലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കുക. ഇച്ചിരി ഓവറാകുന്നുണ്ട് ആഗ്രഹങ്ങൾ. എന്നാലും നോക്കാം.
കൊരട്ടി എത്തിയിരിക്കുകയാണേ. കൊരട്ടി ഇൻഫോ പാർക്കിൻ്റെ അകത്തേക്ക് കയറ്റി വിടത്തില്ലെന്നാണ് പറയുന്നത് സാറ്. നോക്കാം, കയറ്റി വിടത്തില്ലായിരിക്കും. ഞായറാഴ്ചയൊക്കെ ആയിക്കൊണ്ട് കയറ്റി വിടത്തില്ലായിരിക്കും, നോക്കാം, വിൽ സി. പക്ഷെ വഴിപ്പണി ഒരു രീതിയിലും അടുത്തിട്ടില്ല. സാധാരണ ഈ സമയത്തൊക്കെ നല്ല ബ്ലോക്കാണ്. ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് ഒതുങ്ങി കിടക്കുന്നതാണ്. ഇവിടുന്ന് ഒരു റൂട്ടാണ് അടിക്കാം. ഇൻഫോ പാർക്ക് എത്ര എന്നാണ്, ഏത് സമയത്താണ്? 2018 ആ സമയവും ഈ സമയം ഇപ്പൊ കാണുമ്പോൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമില്ല. മൊത്തം വഴിപ്പണിയായി, ബിൽഡിങ്ങുകൾക്ക് ഒന്നും മാറ്റമില്ലല്ലോ. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു. വർക്ക് ചെയ്ത ഇൻഫോ പാർക്ക് കണ്ടു. 2018-19 ആ ടൈമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ എറണാകുളത്തേക്ക് പോയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഒരു വെറൈറ്റി കളർ ഇക്കോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ കളറിൽ ഇക്കോ കാണുന്നത്. എനിക്ക് തോന്നുന്നത് മോഡിഫൈ ചെയ്താന്ന് തോന്നുന്നു, റീപെയിൻറ്റ് ചെയ്താന്ന് തോന്നുന്നു. കൊള്ളാം, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്.